ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസ്യഘനാശകാനി ധാത്രീ പുമർത്തനിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീനാരായണ ധർമ്മത്തിലെ ജാതി വിചാരം സമൂഹത്തിൽ നിലനിൽക്കുന്ന അർത്ഥമില്ലാത്ത ഒരു വ്യവസ്ഥിതിയെ ശാസ്ത്രീയമായി ഗുരു അത് ഇല്ല എന്ന് സമർത്ഥിക്കുകയായിരുന്നു. വിശ്വാസത്തിൻ്റെ അടിത്തറയിലല്ല, മറിച്ച് യുക്തിയുക്തമായി. ശാസ്ത്രീയത എന്ന് പറയുമ്പോൾ അതാണ് പ്രധാനമായിട്ട്. ശ്രുതി, യുക്തി, അനുഭവം. നമുക്കൊന്നിനെ ശാസ്ത്രീയമായി തെളിയിക്കുക എന്ന് പറയുമ്പോൾ മോഡേൺ സയൻസ് പറയുന്ന ശാസ്ത്രത്തിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നാണ് ഋഷിമാരുടെ ശാസ്ത്രീയമായ സമീപനം. അതുകൊണ്ട് തന്നെ താത്വികമായും ജീവശാസ്ത്രപരമായും ആണ് യുക്തിയുക്തം ഗുരു അതിന് കൃത്യമായ മറുപടി. അങ്ങനെയുള്ള ആ ഒരു സമീപനം നമ്മളും അനുവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭീകരമായിട്ടുള്ള വൈറസ്, ശരിക്കതൊരു വൈറസാണ്, അതിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഓരോരുത്തരും ശ്രമിക്കണം. നമ്മുടെ കൊറോണ വൈറസ് ലോകത്തെ ബാധിച്ച പോലെ അതിൽ നിന്ന് നമ്മൾ കരകയറുവാനായിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്യുമ്പോൾ ഓരോ വ്യക്തിക്കും അതിലുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിലും ഭീകരമാണ് ഈ വൈറസിൻ്റെ വ്യാപനം. ഇവിടെ മാത്രമല്ല, അത് പല രൂപത്തിലും പല ഭാവത്തിലും ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും മനുഷ്യൻ വസിക്കുന്നിടത്തെല്ലാം ഉണ്ട്. അപ്പം അതിന് ഓരോ വ്യക്തിയും അറിവുള്ളവരായിട്ട് സ്വയം പ്രകാശം ആയിട്ട് മാറുക, അല്ലെങ്കിൽ പ്രകാശ സ്വരൂപമാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. മനുഷ്യനിൽ ആ മനുഷ്യത്വം മാത്രമാണ് ജാതി ആയിട്ട് നമ്മൾ കാണേണ്ടത്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുവാനാണ് വളരെ സൗമ്യമായും അതോടൊപ്പം തന്നെ തീക്ഷ്ണമായും സൂക്ഷ്മമായും വ്യക്തതയോടെ ഗുരു നമ്മുടെ മുൻപിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുൻപിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അടുത്ത ഒരു ശാസ്ത്രീയമായിട്ടുള്ള തെളിച്ചത്തിലേക്ക് ആണ് ഗുരു നമ്മളെ കൊണ്ടുപോകുന്നത്. അത് മതത്തെക്കുറിച്ചുള്ളതാണ്. മതത്തെക്കുറിച്ചൊക്കെ ധാരാളം നമ്മുടെ സമൂഹത്തിലും ലോകത്തിലുമൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗുരു അവിടെ എന്താണ് നമ്മളോട് പറയുന്നത്? ശിഷ്യ ഊജുഹു, ശിഷ്യൻ ചോദിച്ചു, ഭഗവൻ പ്രക്രിയാം ജാതീർ നിശമ്യ ഭവതോ മുഖാത് തൃപ്താ വയം തദിച്ഛാമഹ ശ്രോതും മദമദ പരം. ഭഗവൻ, അല്ലയോ ഭഗവാനെ, ഭവതഃ അങ്ങയുടെ മുഖാത് മുഖത്തിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങയിൽ നിന്ന്, ജാതിയുടെ പ്രക്രിയാം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി നിശമ്യ കേട്ടിട്ട്, വയം ഞങ്ങൾ,
തൃപ്താഹ, ഞങ്ങൾക്ക് തൃപ്തിയായി. കാരണം തൃപ്തി സംഭവിക്കുന്നത് നമുക്ക് അതിന് പിന്നെ സംശയമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും അന്ന് ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ചോദിച്ചു, ഇന്ന് നമ്മളും ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കും അതുപോലെ നമ്മൾ എന്താണ് തൃപ്തരായോ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ. നമുക്കതിനകത്ത് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ അതപ്പരം അതിനുശേഷം അപ്പം ഞങ്ങൾ തൃപ്തന്മാരായി. ഇനി അതിനുശേഷം ഞങ്ങൾക്ക് അറിയാനുള്ളത് എന്താണ്? മതത്തെക്കുറിച്ചാണ്. ശ്രോതും ഇച്ഛാമഹ, ഞങ്ങൾക്ക് മതത്തെക്കുറിച്ച് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജാതിയുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തന്നു. ഇനി മതത്തെക്കുറിച്ച് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയണം. ഗുരുരുവാച, ഗുരു അതിന് മറുപടി പറഞ്ഞു. എന്താണ്? മതമേകം മനുഷ്യാണാം ഇതി പൂർവമുദീരിതം കീദൃക് തദിതി സംക്ഷിപ്യ വക്ഷേ ശൃണുത സാധവ. മനുഷ്യർക്ക് മതം ഏകം ഇതി, മതം ഏകം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് മുൻപ് തന്നെ ഉദീരിതം പറഞ്ഞിട്ടുണ്ട്. ആര്? ഗുരു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് കീദൃക് ഇതി എപ്രകാരമാണെന്ന് സംക്ഷിപ്യ ഏറ്റവും ചുരുക്കത്തിൽ ഭക്ഷ്യ പറയാം, അല്ലെങ്കിൽ പറയുന്നുണ്ട്. സാധവ അല്ലയോ സാധുക്കളായിട്ടുള്ള ശിഷ്യഗണങ്ങളെ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ, ശൃണുത നിങ്ങളത് കേട്ടാലും. അപ്പോൾ മനുഷ്യർക്ക് മതം ഒന്നേ ഉള്ളൂ എന്ന് മുൻപ് നാം പറഞ്ഞിട്ടുണ്ട്. അത് എപ്രകാരമാണ് എന്ന് ചുരുക്കി പറയാം. ശ്രദ്ധാലുക്കളായിട്ടുള്ള നിങ്ങൾ അത് കേട്ടാലും എന്ന് പറയാണ്. അഭിപ്രായോ മതം നാമ മഹതാം തത്വവേദിനാം മതസ്യ സാര സർവോപി വാക്യ വൈചിത്ര്യഭൂഷിത. എന്താണ്? മഹതാം മഹാന്മാരായിട്ടുള്ള തത്വവേദിനാം തത്വത്തെ അറിയുന്നവരുടെ, തത്വജ്ഞാനികളുടെ അഭിപ്രായമാണ് എന്ത്? മതം നാമ, മതം എന്ന് പറയുന്നത്. മതസ്യ മതത്തിന്റെ സർവ അഭിസാര എല്ലാ സാരവും വാക്യവൈചിത്ര്യ ഭൂഷിത വാക്യവൈചിത്ര്യം കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ആത്മ സാക്ഷാത്കാരം തത്വവേദിന എന്ന് പറയുന്നത് തത്വത്തെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളാണ് നമ്മുടെ ഉപനിഷത്തുകൾ. ആ ഉപനിഷത്ത് പ്രതിപാദിതമായിട്ടുള്ള കാര്യം ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. ഏകം സത്ത് ഒന്ന് മാത്രമാണ്, ചൈതന്യം. അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയതാണ്. അത് സത്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തത്വവേദികൾ, ആ തത്വത്തെ ഗ്രഹിച്ചവർ, അവരുടെ അഭിപ്രായമത്രേ മതം. അത് ഇംഗ്ലീഷിൽ പറയുന്ന റിലീജിയൻ അല്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ ഇംഗ്ലീഷിൽ അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ കൃത്യമായിട്ട് ഈ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ മതങ്ങളുടെയും സാരം എന്താണെന്ന് അറിയണം നമ്മൾ. ഒരു മതത്തെക്കുറിച്ച് മാത്രം പഠിച്ചിട്ട് അത് മാത്രം ശരിയെന്ന് ശഠിക്കുന്നവര് വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടില്ലാത്തവരാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഗുരു പറയാണ്, ഈ
സത്യദർശികളായിട്ടുള്ള മഹത്തുക്കളുടെ അഭിപ്രായമാണ് മതം. പക്ഷെ ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി, അത് പല രൂപത്തിൽ അവർ പ്രസന്റ് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. അതാണ് ഇവിടെ വാക്യ വൈചിത്ര്യ ഭൂഷിത എന്ന് പറഞ്ഞിരിക്കുന്നത്. അവര് മനസ്സിലാക്കിയ ആ സത്യത്തെ പല വാക്കുകളിലൂടെ, അത് ആ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ്. അല്ലാതെ ഒരിക്കലും സത്യം വ്യത്യസ്തമാണെന്നല്ല. ഇപ്പോൾ ക്രിസ്തു മതമെടുത്താലും ഇസ്ലാം മതമെടുത്താലും ജൈനമതം, ബുദ്ധമതം, ജരദുഷ്ടമതം, അങ്ങനെ ഈ ലോകത്ത് നിലനിൽക്കുന്ന ഏത് മതങ്ങളെക്കുറിച്ച് എടുക്കുമ്പോഴും ആ ഒരു മതം ഉരുത്തിരിഞ്ഞു വന്നത് ഇപ്പൊ ക്രിസ്തുവിന്റെ പേരിലാണ് ആ മതം ഡെവലപ്പ് ചെയ്തത്. ക്രിസ്തു പറയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മുഹമ്മദ് പറയാൻ ശ്രമിക്കുന്നത് എന്താണ്, ജൈനന്മാര് പറയാൻ ശ്രമിക്കുന്നത് എന്താണ്, ബുദ്ധൻ പറയാൻ ശ്രമിച്ചത് എന്താണ്, ഉപനിഷത്ത് പറഞ്ഞത് എന്താണ്? അപ്പൊ ഉപനിഷത്ത് ഋഷികൾ, മന്ത്രദൃഷ്ടാക്കളായിട്ടുള്ള ആ ഋഷിമാര് ഇതിന്റെ സമഗ്രമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് പഠിച്ചു. അതുകൊണ്ടാണ് അവരത് കൃത്യമായിട്ട് സംശയത്തിന് ഇടവരാത്ത രീതിയിൽ പറഞ്ഞത്. ഏകം സത്ത്, സത്ത് ഒന്ന് മാത്രമാണ്. അതായത് ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ട് നിൽക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് ഒന്നാണ്, അതാണ് സത്ത്. അതിനെ കണ്ടവർ അല്ലെങ്കിൽ അതിനെ സാക്ഷാത്കരിച്ചവർ അവര് അവരുടെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചപ്പോൾ ഒന്നാണ് എന്ന് അവർ പറഞ്ഞു. എല്ലാ മതത്തിലും നമ്മൾ നോക്കുമ്പോൾ ഒരേ ഈശ്വരനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പല രൂപങ്ങളും നാമങ്ങളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അറിവില്ലാത്തവർ അവർക്ക് എന്ത് സംഭവിച്ചു? അവര് ഈ നാമരൂപങ്ങളിൽ പെട്ട് മയങ്ങിപ്പോയി, അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങളിൽ പെട്ട് മയങ്ങിപ്പോയി. എന്തിലേക്കാണ് ഇത് നയിക്കുന്നത്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് കൊണ്ടാണ് ഒരുപാട് മതങ്ങളുണ്ടെന്ന് വന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ മതത്തിന്റെ സാരാംശം, ആ സാക്ഷാത്കാരം നേടിയ ആ മഹാത്മാവിന്റെ അഭിപ്രായം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ മതത്തിന് പ്രമാണമല്ല, ഇവനാണ് മതത്തിന് പ്രമാണമായിരിക്കുന്നത്. പലരും നമ്മൾ പല കാര്യങ്ങളും കോട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ ഗീത പറയുന്നു, ഉപനിഷത്ത് പറയുന്നു, ബൈബിൾ പറയുന്നു, ഖുറാൻ പറയുന്നു എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ആ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. ഉറപ്പ് വന്നവൻ പറയുന്നതാണ് ശരിക്കും പ്രമാണം. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ഷിക്കാഗോ സർവമത സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ അന്ന് ആ മതത്തിന്റെ അല്ലെങ്കിൽ അന്ന് ആ സർവമത സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും നമ്പർ 1 ആയിട്ട് നിലനിൽക്കുന്നത് ക്രിസ്തു മതമാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട്, ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് സംഘടിപ്പിച്ച ഒരു സർവമത സമ്മേളനം. മറ്റു പല മതങ്ങളെയും അവർ വിളിച്ചിരുന്നു. ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഏതൊക്കെ മതവിഭാഗങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആളുകളെ അവരവിടെ ക്ഷണിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? തങ്ങളുടെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണ്? ഭാരതത്തിൽ നിന്നുള്ള ഋഷി വിവേകാനന്ദ സ്വാമികൾ അതിൽ പങ്കെടുത്തപ്പോഴാണ് പറയുന്നത്, നമ്മളെല്ലാവരും ഒരേ ഈശ്വരന്റെ തന്നെ സൃഷ്ടികളാണ്. അമൃതസ്യ പുത്രാഹ, അമൃതത്വത്തിന്റെ അരുമ കിടാങ്ങളെ എന്നാണ് പറയുന്നത്. അമൃതസ്യ പുത്രാഹ, നമ്മൾ ആരും പാപികളല്ല, മറിച്ച് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ഏതൊരു ചൈതന്യമാണ്, സൃഷ്ടി സ്ഥിതി സംഹാരം, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ചൈതന്യത്തെയാണ് അമൃതത്വം എന്ന് പറയുന്നത്. അതൊരിക്കലും നശിച്ചു പോകുന്നില്ല. അമൃത് കഴിച്ചാൽ
ആള് മരിക്കില്ലെന്നുള്ളതാണ്. അതിൻ്റെ ആന്തരിക അർത്ഥം ഈ സത്യത്തെ തിരിച്ചറിയുമ്പോൾ തൻ്റെ സ്വരൂപം ഒരിക്കലും നശിക്കാത്തതാണ്, മരിക്കാത്തതാണ്, അത് ജനിക്കാത്തതാണ് എന്നുള്ള അറിവിലേക്ക് അവൻ ഉണരുമ്പോഴാണ് അവൻ അമൃതത്വം പ്രാപിക്കുന്നത്. അപ്പോൾ മഹർഷി പറയാണ്, നിങ്ങളൊക്കെ അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളാണ് എന്ന് ലോകത്തോട് ഉദ്ഘോഷിച്ചത് വിവേകാനന്ദ സ്വാമികളാണ്. അതിനു മുമ്പ് സനാതനധർമ്മത്തിന്റെ ഋഷിമാർ അത് എഴുതി വച്ചിരുന്നു. പക്ഷെ ഒരു പൊതുവേദിയിൽ അത് അവതരിപ്പിച്ചത് വിവേകാനന്ദ സ്വാമികളാണ്. അപ്പോൾ ഒന്ന് മാത്രമാണ് ശരിയെന്നുള്ള ആ ഒരു സ്വാർത്ഥമായിട്ടുള്ള സമീപനം, അല്ലെങ്കിൽ അത്രയും വിശാലമായിട്ട് ഒരു ദർശനം വേറെ ഒന്നിലും ഈ ലോകത്ത് എങ്ങും ഇല്ല എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞത് ആ സർവമത സമ്മേളനത്തിലാണ്. അപ്പൊ സഹോദരീ സഹോദരന്മാരെ എന്നുള്ള അഭിസംബോധന ആണ് അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകളെ സ്തബ്ധരാക്കിയത്. അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിന്റെ ഉടമകളായിട്ട് പരിലസിക്കുന്ന അവർക്ക് അവരുടെ മുൻപിലാണ്, അല്ലെങ്കിൽ അവരുടെ ആ തിരുമുറ്റത്താണ് ഈ വക ഇത്രയും ധൈര്യമായിട്ടുള്ള ഒരു ഉണർത്തുപാട്ട്, അല്ലെങ്കിൽ ഇത്രയും ധീരമായിട്ടുള്ളൊരു പ്രഖ്യാപനം, സധൈര്യം വിവേകാനന്ദ സ്വാമികൾ അവതരിപ്പിക്കുന്നത്. അപ്പോ അത്രയും ധൈര്യത്തോടുകൂടി ശാസ്ത്രീയമായി ഒരു കാര്യത്തെ നമുക്ക് പ്രസന്റ് ചെയ്യണമെങ്കിൽ ആ തെളിച്ചം ഉള്ളിലുണ്ടാകണം. അത് അങ്ങനെ സാക്ഷാത്കരിച്ചവർക്ക് മാത്രമേ അത്ര ശക്തമായിട്ടത് പറയാൻ പറ്റുള്ളൂ. ബാക്കി ബാഹ്യമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെ നോക്കിക്കൊണ്ടല്ല ഒരു സത്യത്തെ വിലയിരുത്തുന്നത്, തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സനാതനം എന്ന് പറയുന്നത്, സനാതന ധർമ്മം. ഈ മഹർഷിമാർക്ക് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കുന്ന, ഒന്നിനെയും നിരസിക്കുകയല്ല, എല്ലാവരെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ സംസ്കാരം നിലനിൽക്കേണ്ടതും നിലനിർത്തേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഭാരതത്തിന്റെ മാത്രമല്ല, അത് ലോകത്തിന്റെ തന്നെ കടമയാണ്. കാരണം ഇത്രയും ശ്രേഷ്ഠമായിട്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, യാതൊരു വിഭാഗീയതകളില്ലാതെ അവനവന്റെ വിശ്വാസത്തെ അതേപോലെ പിന്തുടർന്നുകൊണ്ട് മറ്റുള്ളവനെയും കൂടി ജീവിക്കാൻ അനുവദിക്കുന്ന ആ ഒരു സംസ്കാരം, അതാണ് വേണ്ടത്. പക്ഷെ അതാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മഹർഷിമാരുടെ ആ വാണികൾ. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ട് പറയുകയാണ്, ഈ തമ്മിലടിക്കുന്ന, ഇങ്ങനെ കിടന്ന് തമ്മിലടിക്കാൻ വേണ്ടിയിട്ടല്ല മതങ്ങൾ ഉണ്ടായത്, മറിച്ച് അവനവന്റെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് അവൻ ഏതാണോ ശരി. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ നിന്ന് ഡൽഹിക്ക് പോകണമെങ്കിൽ പല വഴികളിലൂടെ നമുക്ക് പോകാം, നടന്നു പോകാം. ഇപ്പൊ നടന്നു ചെല്ലുമ്പോൾ കുറെ താമസിക്കും എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മളവിടെ ചെല്ലും. ഞാൻ ഒരുപാട് നടന്ന് ഭാരതത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ശരിയായ ഭക്ഷണമില്ലാതെ, പൈസയില്ലാതെ, ചെല്ലുന്നിടത്ത് കിടന്ന് കിട്ടുന്നത് ഭക്ഷിച്ച് ഒരുപാട് വർഷങ്ങൾ അങ്ങനെ സഞ്ചരിക്കുവാനുള്ള ഒരവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നടന്ന് നമുക്ക് സഞ്ചരിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന സമയത്ത് അവിടെ ചെല്ലണമെന്ന് യാതൊരു നിർബന്ധമില്ലെങ്കിലാണ് അത് ചെയ്യുന്നത്. നേരെ മറിച്ച് കൃത്യമായിട്ട് എനിക്ക് ഇന്ന സമയത്ത് അവിടെ ചെല്ലണം എന്ന് ഉറപ്പുള്ളവരെന്ത് ചെയ്യും? അവർ ഏറ്റവും പെട്ടെന്ന് അവിടെ എത്താവുന്ന മാർഗം സ്വീകരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വളരെ അലസന്മാരായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം എടുത്തു പോകും. ഇനി സൈക്കിളിൽ നമുക്ക് പോകാം. ഇടയ്ക്ക് നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട് ചില ആളുകൾ, ചില കുട്ടികൾ സൈക്കിളിൽ സഞ്ചാരം നടത്തുന്നത്. അതുപോലെ ബൈക്കിൽ പോകാം, കാറിൽ പോകാം.
അപ്പോൾ അതിൻ്റെയൊക്കെ വേഗത കൂടി, നടന്നു പോകുന്നതിനെ അപേക്ഷിച്ച് വേഗത കൂടിക്കൊണ്ടിരിക്കും. ട്രെയിനിൽ പോകാം. പിന്നെയോ, പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ പോകാം. നമുക്ക് ഏറ്റവും ചെറിയ സമയം കൊണ്ട് നമുക്ക് അവിടെ എത്താം. പക്ഷേ അവിടെ എത്തണമെങ്കിലും നമ്മളുടെ പ്രയത്നം അവിടെ ആവശ്യമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് എത്തിപ്പെടേണ്ടത് അവിടെയും ബാക്കി നമ്മൾ ജോലി ചെയ്യണം. അപ്പം ഇങ്ങനെ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം, അതുകൊണ്ട് ഈ ആളുകൾ ഓരോരുത്തരും അവിടെ ചെല്ലുമ്പോഴും ഏത് സ്ഥലത്തേക്കാണ് എത്തേണ്ടത് അവിടേക്ക് അവരെത്തുകയാണ്. അതിന് ഞാൻ നടന്നു പോയ വഴി മാത്രമാണ് ശരി എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. എനിക്ക് നടന്നു പോകാന് ഇഷ്ടം, ഞാൻ അങ്ങനെ പോയി. ഇനി സൈക്കിളിൽ പോകുന്നവൻ പറയണ ഇത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞാലോ? അതുപോലെ ബൈക്കിൽ പോകുന്നവനും അതും മാത്രമാണ് ശരിയെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അതുപോലെ കാറ്, എങ്ങനെ? അപ്പോൾ എങ്ങനെ നമ്മൾ അവിടേക്ക് എത്തുന്നു എന്നുള്ളതല്ല, അതിന് സ്വീകരിക്കുന്ന വഴികൾ അല്ല വിഷയം, പക്ഷെ ആ സ്ഥലമാണ് മുഖ്യം. എന്ന് പറഞ്ഞ പോലെ ഈ വിവിധങ്ങളായിട്ടുള്ള മതങ്ങൾ ഒക്കെ അനുശാസിക്കുന്നത്, അത് ലക്ഷ്യമിടുന്നത് ഈ സത്തിനെ, ഈ ചൈതന്യത്തെ അതിലേക്ക് എത്തുക എന്നുള്ള, അവിടേക്ക് അതിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മഹർഷി പറയുന്നു, എല്ലാവരും ഈ ലോകത്ത് ഏതെല്ലാം രീതിയിലുള്ള ഇതുണ്ടോ അതൊക്കെ ഈ സത്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ തെളിച്ചത്തോടു കൂടി പറഞ്ഞിരിക്കുന്നവരുടെ അഭിപ്രായമാണ് ആ രീതിയിൽ മതം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളറിയുന്ന റിലീജിയനും സംസ്കൃതത്തിൽ പറയുന്ന മതവും ഒക്കെ തമ്മിൽ രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇന്നത്തെയും അന്നത്തെയും ഒക്കെ ഇത് സാക്ഷാത്കരിക്കാത്ത മത നേതാക്കന്മാർക്ക് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രമാത്രം സ്വാർത്ഥതയിൽ ഈ അനുയായികളെ ഇവർ നയിക്കുന്നത്. അത് ഏത് മതമായാലും, ഒരു മതം അതിന് അപവാദമൊന്നുമില്ല. എപ്പോഴും ഒരു നയിക്കുന്നത്, ഇപ്പൊ ആരാണോ നയിക്കുന്നത്, യഥാർത്ഥത്തിൽ അതിന്റെ ആ മതത്തെ അല്ലെങ്കിൽ അതിനെ സാക്ഷാത്കരിച്ച, റിയലൈസ് ചെയ്ത ആൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അതിനെ പിന്തുടർന്നു വരുന്നവർ, അവരിത് സാക്ഷാത്കരിച്ചിട്ടില്ല, അവർക്കതിനകത്ത് തെളിച്ചമില്ല, ഉറപ്പില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്കറിയാവുന്ന രീതിയിൽ അവർ പറയും, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, എൻ്റെ ക്ലാസ് മാത്രമേ കേൾക്കാവൂ, ഈ മതത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ, അവർ തരുന്ന സാധനമൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. ഇങ്ങനെ എന്തെല്ലാം കോമഡികളാണ് ഇവരൊക്കെ പറഞ്ഞു പരത്തുന്നത്, അല്ലേ? പക്ഷെ ഈ ചെറുപ്പം തുടങ്ങി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുട്ടികളും അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അത് വലുതായി കഴിയുമ്പോഴും നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ ആ പ്രാപ്തി നമുക്ക് നഷ്ടപ്പെടുകയാണ്. എല്ലാ മനുഷ്യനും കഴിവുണ്ട്, അവന് ചിന്താ സ്വാതന്ത്ര്യമുണ്ട്, അവന് സൂക്ഷ്മതയുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ മതത്തിന്റെ പേരിൽ വരുമ്പോൾ അത് ചെറിയ പ്രായത്തിൽ ചില വിശ്വാസങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചാൽ എന്തോ വലിയ പാപമാണ്, അത് ദോഷമാണ്, അത് തെറ്റാണ് എന്ന് അടിച്ച് അത് ഉറപ്പിച്ചു വച്ചിരിക്കുക. അതിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ എത്ര യുക്തിവാദിക്കും, എത്ര ശാസ്ത്രജ്ഞനാണെങ്കിലും, ഡോക്ടറാണെങ്കിലും, എഞ്ചിനീയർ ആണെങ്കിലും ആ ഒരു വിഷയത്തിൽ വരുമ്പോൾ അവർക്ക് ചാഞ്ചല്യം ഉണ്ടാവും, ധൈര്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ മത നേതാക്കൾ, മതത്തിന്റെ മൊത്തം ടേക്ക് എടുത്തിരിക്കുന്നവർ പറയും, കൊട്ടേഷൻ എടുത്തിരിക്കുന്നവർ, അവരാണ് ഇതിന്റെ എല്ലാം ആധികാരികമായിട്ടുള്ള വക്താക്കൾ എന്ന് പറയുന്നവര് അത്ര ശക്തമായിട്ടും ഭയപ്പെടുത്തി ഇവരെ അങ്ങ് വിശ്വസിപ്പിച്ചിരിക്കുക. അത് അവരും എന്ത് ചെയ്യുക, അവരുടെ മക്കളിലേക്കും അത് പകർന്നു കൊടുക്കും.
ഒരു കടുകടയ്ക്ക് പോലും ഇവർ മാറി ചിന്തിക്കാനോ സ്വതന്ത്രമായി ചിന്തിക്കാനോ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. മറ്റു പലതിനും അവർക്ക് ധൈര്യം ഉണ്ടാവും. ഒരാളെ പോയി കൊല്ലാൻ പറഞ്ഞാൽ ഒരു കൊല്ലും, അതിന് ധൈര്യം ഉണ്ട്. എന്തുകൊണ്ടാണ്? സ്വബോധമില്ല. ഒരാൾ പറഞ്ഞു, അവനെ പോയി കൊല്ലുന്നു. പക്ഷേ താൻ വിശ്വസിച്ചിരിക്കുന്ന, ഇതുവരെ വിശ്വസിച്ചിരിക്കുന്ന ഈ ഒരു വിശ്വാസത്തെ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ലാത്തവനെ എങ്ങനെയാണ് നമ്മൾ ധൈര്യശാലി എന്ന് പറയാം? ഒരിക്കലും അവന് ധൈര്യശാലി എന്ന് പറയാൻ പറ്റത്തില്ല. അവനവന്റെ മനസ്സിനെ ജയിച്ചവരാണ് ധിയം രാതി വിഷയേഭ്യ എന്ന് പറയും. ആർക്കാണോ അങ്ങനെയുള്ള ധൈര്യമുള്ളത് അവൻ ധീരനാണ്. മറ്റുള്ളവരൊന്നും ധീരന്മാരല്ല. അപ്പൊ നമ്മൾ വലിയ ധീരന്മാരാണെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ, നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നതിനെ ഒക്കെ ഒന്ന് ചോദ്യം ചെയ്ത് അതിനെ ഒന്ന് പൊളിച്ചെഴുതാൻ, അതിനെ ഒന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റുമോ? അപ്പം നമുക്ക് അവിടെ പല പല ന്യായങ്ങളുണ്ടാവും. മതത്തിന്റെ പേരിലുണ്ടാവും, ജാതിയുടെ പേരിലുണ്ടാവും, വിശ്വാസത്തിന്റെ പേരിലുണ്ടാവും, പല പല പ്രശ്നങ്ങളുണ്ടാവാൻ. ഭഗവാൻ ഇവിടെ പറയുന്നു, അങ്ങനെയല്ല വേണ്ടത്. മതം ആര് ഇത് ചെയ്താലും ആ സാക്ഷാത്കാരം, റിയലൈസേഷൻ ലഭിച്ചവരുടെ അഭിപ്രായത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ അതിൽ തെളിച്ചമില്ലാത്ത പണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ മന്ത്രവാദികളുടെയോ ഒന്നും വാക്കല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മൾ അനുസരിക്കേണ്ടത് എന്ന് ഒരു സംശയത്തിനും ഇടവരാത്ത രീതിയിലാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഹത്തുക്കളായിട്ടുള്ള, ഇപ്പം എവിടെയെങ്കിലും നീ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരല്ല നമുക്ക് നോക്കേണ്ടത്. സ്വതന്ത്രമായിട്ട് അതിനെ കാണുവാനുള്ള ആ രീതിയിൽ നമുക്ക് കാട്ടിത്തരുന്നവരെ, അവരെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഭാരതത്തിൽ ഉണ്ടായപ്പോഴും ഈ സനാതനമായിട്ടുള്ള ധർമ്മം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്, ലോകം ഇങ്ങോട്ടേക്ക് ഉറ്റുനോക്കുന്നത്. ഇപ്പൊ വിവേകാനന്ദ സ്വാമിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അന്നത്തെ പാതിരിമാർ പറയുകയായിരുന്നു, ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഈ അറിവ് നിലനിൽക്കുന്ന ആ സ്ഥലത്തേക്കാണോ നമ്മൾ പാതിരിമാരെ വിട്ടത്? അപ്പോൾ പാതിരിമാര് ചെയ്യുന്ന എന്താണ്? അവര് ഇല്ലാത്ത നുണകൾ പറഞ്ഞു പരത്തി ഹിന്ദുമതം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണ്. അന്ധവിശ്വാസങ്ങൾ എല്ലാ മതത്തിലുണ്ട്. അത് ഈ പറയുന്ന രീതിയിലുള്ള മതമല്ല. അത് ബാഹ്യമായിട്ടുള്ള ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെയാണ്. ആചാരങ്ങളിലൊക്കെ ഒരുപാട് തെറ്റായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിനാരാ ഉത്തരവാദി? ഈ മഹർഷിമാര് അല്ലെങ്കിൽ ഈ സത്യത്തെ സാക്ഷാത്കരിച്ചവര് പറഞ്ഞത് അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് അതിനെ വളച്ചൊടിച്ച് പോയവരുടെ മിസ്റ്റേക്കാണ്. അത് നമ്മളും പിന്തുടർന്നു പോയി. അതാണ് നമ്മുടെ ദോഷം. അപ്പോ എവിടെയൊക്കെ അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് കരകയറണമെങ്കിൽ സാക്ഷാത്കാരം നേടിയ ആചാര്യന്മാരെ അല്ലെങ്കിൽ മഹാത്മാക്കളെ, ജ്ഞാനികളെ നമ്മൾ പിന്തുടരണം. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ജിജ്ഞാസ നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റണം. തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മുടെ മതത്തെ നമുക്ക് സമീപിക്കുവാനായിട്ട് സാധിക്കണം. അല്ലാതെ നമ്മൾ വാക്കുകളിൽ മയങ്ങി നമ്മൾ പോകാതെ ഒക്കെ വേണം നമ്മുടെ മുന്നോട്ടുള്ള ഗമനം. എത്ര മനോഹരമായിട്ടുള്ള വാക്കുകളിലൂടെ ഉള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതിൽ സത്യമുണ്ടോ, അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ള ആ ഒരു തലത്തിലേക്ക് നമുക്കും ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ മേധാശക്തി ഈ മുൻവിധികളെ ആശ്രയിക്കാതെ നമുക്ക് ഉണർത്തി എടുക്കുവാനും യഥാർത്ഥമായിട്ട് അതിനെ കാണുവാനും നമുക്ക് സാധിക്കണം. മുൻവിധിയുണ്ടെങ്കിൽ നമുക്ക് യഥാതഥമായി അതിനെ കാണാൻ പറ്റില്ല. അപ്പോൾ മുൻവിധികളെ നമ്മൾ മാറ്റി നിർത്തണം. അതിനുള്ള ഒരു
ചിന്താ പദ്ധതി അല്ലെങ്കിൽ ഈ മഹർഷിമാരെ മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ 100% വിശ്വസിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെയൊക്കെ നമ്മളെ കൊണ്ടുവന്ന് കുഴി ചാടിച്ചളയും. അങ്ങനെ ഒരു അപകടവും കൂടിയുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ നോക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകം എന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.